3 കുട്ടികൾ, അമ്മ മുന്നിലും ഇളയ കുട്ടി നടുക്കും, അതിനുശേഷം മൂത്ത കുട്ടി പുറയിലുമായിട്ട് കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഇറങ്ങിയ ഗേറ്റ്. അവിടെയാണ് ആ ക്യാമറ നിലകൊള്ളുന്നത്. ആ ക്യാമറയിലൂടെയാണ് കുട്ടി നടന്നു പോകുന്ന ഇത് വന്നത്. അവിടെ നേരെ വഴിക്കാണ് നടന്നു നീങ്ങുന്നത്. ഈ വഴിക്ക് നടന്നു നീങ്ങി നമുക്ക് ആ റെയിൽവേ ക്രോസ് വരെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഈ വഴിയിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഷൈനി നടന്നു വന്നത്. ഇതുവഴി വന്നിട്ട് ആണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത്. ഇവിടെ മുഴുവൻ ഇറങ്ങാൻ വഴിയില്ല, ഇതല്ലാതെ വേറെ വഴി ഇങ്ങോട്ട് വരാനില്ല. അപ്പോൾ ഇതുവഴി തന്നെയാണ് ഇറങ്ങി വന്നത്. ഇവിടെ ഒരു ചെറിയ പാലം പോലെയുണ്ട്. ആ പാലത്തെ കൂടെ കയറിയിട്ടാണ് ഈ ഷൈനി ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ കാണിക്കാം. ഈ പാലം വഴിയാണ് ഷൈനി അവിടേക്ക് എത്തുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കുറച്ച് പുറകിലായിട്ടാണ് മരണപ്പെട്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഷൈനിയും കുട്ടികളും മരണപ്പെട്ട സ്ഥലമാണ് ഇവിടെ. അവിടെ നിന്ന് ഇറങ്ങി റാക്ക് വഴി നടന്നു വന്ന് ഇവിടേക്ക് കയറിയാണ് മരിക്കുന്നത്. എറണാകുളം സൈഡിലേക്ക് പോയിരുന്ന ട്രെയിനാണ് മുന്നിലാണ് ഇവർ കെട്ടിപ്പിടിച്ച് നിന്നത്. ഇതിൻ്റെ ഭീകരമായ സൗണ്ട് കേൾക്കുമ്പോൾ പോലും അവരുടെ മനസ്സ് പതറാതെ 3 പേരും ഒരേപോലെ ഒരേ മനസ്സോടെ നിന്നു എന്നുള്ളതാണ്. ഒരു ലോക്കോ പൈലറ്റ് പറയുന്നതനുസരിച്ച് ആരും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചതേയില്ല, എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം അവരുടെ മനസ്സിനെല്ലാം വളരെയധികം വേദന എല്ലാവരിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അച്ഛനിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, മാതാവിൻ്റെ പിതാവിൽ നിന്ന് ഒക്കെ അവർക്ക് മാനസികമായ പ്രയാസങ്ങളുണ്ടായി. അവർ TV പോലും കാണാറില്ല. ഞാൻ ഓണാക്കുമ്പോൾ ആ മൂലയ്ക്ക് വന്നിരുന്ന് കാണാറേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം ഇന്ന് എന്നോട് പറഞ്ഞത്. കാരണം അത്ര പോലും സ്വാതന്ത്ര്യം അവർക്കില്ലായിരുന്നു. അവരെ നിലത്തിരുന്ന് കാണുകയായിരുന്നു. അവർ എത്രമാത്രം ഒരു വീട്ടിലേക്ക് വന്നിട്ട് അവഗണന അനുഭവിക്കാമോ അത്രമാത്രം അവഗണന അവരുടെ വീട്ടിലും അനുഭവിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞങ്ങളിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ധാർഷ്ട്യഭാവം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് മാറിയിട്ടില്ല. ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ മുഖമോ അതിൻ്റെയുള്ള സംസാരമോ അല്ല നമ്മൾ അദ്ദേഹത്തെ കണ്ടത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുട്ടികളോട് അങ്ങനെ പിതാക്കന്മാർ എന്തെല്ലാം പറയും, അതൊക്കെയാണോ കാര്യമാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടി 12 വർഷക്കാലം ജീവിച്ചതിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവളെ കൂടെ ചേർത്ത് നിർത്തി, മോളെ നിന്നോടൊപ്പം ഞാനുണ്ട്, ഒന്നും സംഭവിക്കില്ല, ഞാൻ മരിക്കുന്നത് വരെ നിനക്ക് തണലായി ഞാനുണ്ട് എന്നൊരു ധൈര്യം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ സ്വയം പറന്നുയർന്നേനെയും ഇവർ കൂടെ നാളെ ഒരു സംരക്ഷണം അവരിൽ നിന്ന് കിട്ടിയേനെ. അത് ഒന്നും കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് 16,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി തൊട്ടടുത്ത് അതിനപ്പുറത്ത് കിട്ടിയപ്പോൾ ആ ജോലി കളയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അവർക്കെതിരെ കേസ് കൊടുത്തു. അവരോട് സമാധാനമായി സംസാരിക്കുക. എത്രയും പെട്ടെന്നത് ഒരു കമ്പോസ്റ്റ് കുഴി ഇളക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നതാണ് ആ കേസ് കൊടുക്കാനുള്ള കാരണമായത്. അവർ പെട്ടെന്ന് കമ്പോസ്റ്റ് കുഴിയിലെ മാലിന്യങ്ങൾ പെട്ടെന്ന് വേറെ കുഴിയെടുത്ത് മൂടി. അവർക്കൊരു 2 ദിവസമാണ് അവർ സാവകാശം ചോദിച്ചത്. ആ 2 ദിവസത്തിനകത്ത് തന്നെ ആരോഗ്യ പ്രവർത്തകരും മുനിസിപ്പാലിറ്റിയും എല്ലാം ആൾക്കാരെയും അവർ പരാതി കൊടുത്ത് വരുത്തി ശക്തമായി നേരിട്ടു. മകൾക്കൊരാശ്രയം ഇല്ലാതിരുന്നപ്പോൾ ജോലി കൊടുത്ത് 16,000 രൂപ ശമ്പളത്തിലാണ് ജോലി കൊടുത്തത്. അത് പിന്നീട് 17,000 രൂപ ആക്കി കൊടുക്കുകയും ചെയ്തു. കുട്ടികളെ പഠിപ്പിക്കാനുള്ള പണം അവർക്ക് അതുവഴി കിട്ടുമായിരുന്നു. അത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കേസ് കൊടുത്തത് തടഞ്ഞതും ഈ പിതാവ് തന്നെയാണ്. അതിനുശേഷം കാരിത്താസിലെ കാര്യങ്ങൾ നമുക്കറിയില്ല. പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് കാരിത്താസിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അതും നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടൊന്നും BSc നേഴ്സിംഗ് പാസ്സായ ഒരു കുട്ടി എൻ്റെ മോളെ വിടാനില്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലിയും തട്ടിക്കളഞ്ഞതും ഈ പിതാവാണ്. ഇങ്ങനെ പിതാവിൻ്റെ മുകളിലേക്കും ധാരാളം ആരോപണങ്ങൾ വന്നുപെടുകയാണ്. അതുകൊണ്ടൊന്നും നോബി എന്ന് പറയുന്ന ഭർത്താവ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ എന്ന് ജനം പറയുന്ന ആ ഭർത്താവിനെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ അല്ല. പക്ഷേ ഇതിനൊക്കെ ഉത്തരവാദം പിതാവിനുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയും ധാരാളം പെൺകുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വേദന അനുഭവിച്ച് കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ പ്രയോജനം ആകത്തക്ക വിധത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരു പിതാവ് മകളോട് പറയേണ്ടത്, മകളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഒരു ഓട്ടോ പിടിച്ച് എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വരണം എന്ന് പറയാൻ പിതാവ് തയ്യാറാകാത്ത ഒരു ഇടമാണ് ഈ കണ്ടത്. അതുതന്നെയാണ് ഈ മരണത്തിന് മറ്റൊരു കാരണമായിരുന്നത്. എത്രയോ പേര് വിവാഹം കഴിക്കാതെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. 2 കുട്ടികളല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടികളല്ലേ, ഞാൻ അവരെ വളർത്തിക്കൊള്ളാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, നിൻ്റെ പിന്നിൽ ഞാനുണ്ട് എന്ന് പറയാൻ ആ പിതാവിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിതാവിനോടൊന്നും പറയാതെ ഇവിടേക്ക് വന്നത്. ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് പോവുകയാണ് എന്നൊരു വാക്ക് പോലും എഴുതി വയ്ക്കാതെ ഒരാൾ ഇങ്ങനെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മരണത്തെ പുലുക്കുമ്പോൾ ഒരു മനസ്സാക്ഷി എങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ചാനലിനോട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തെ ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മകളോട് സ്നേഹമുള്ള ഒരു പിതാവിനും അത് സഹിക്കാവുന്നതല്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസിക വ്യാപാരമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും അത് ഞങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ആ ഇൻ്റർവ്യൂ കണ്ട ജനങ്ങളൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ വീണ്ടും രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.